ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ പുണ്യയാത്രയിലാണല്ലോ നമ്മൾ. യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും യേശുവുമായി ഒരു പടി കൂടി താതാത്മ്യം ചെയ്ത് ജീവിക്കുവാൻ ആഗ്രഹത്തോടെ പ്രയത്നിക്കുന്ന നല്ല ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരു നോമ്പാചരണം ആവശ്യമാണ്. അത് ഭൗതികതയിലും ആത്മീയതയിലും. ചില രോഗപീഠകളിലൊക്കെ നമ്മളോട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ചില നോമ്പുകളാണ്. ചില വസ്തുക്കളോട്, ചില ജീവിത സാഹചര്യങ്ങളോട്, ചില യാത്രകളോട്, ചില ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊക്കെ മാറി നിൽക്കാൻ നമ്മളോട് ആവശ്യപ്പെടും. അല്ല എങ്കിൽ ചില മരണത്തിനൊക്കെ നമ്മൾ കീഴടങ്ങേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് സഭ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഈ നോമ്പാചരണം ആത്മാവിൻ്റെ ഒരു പരിത്യാഗമാണ്. ആത്മാവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ ആ മരണത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി യേശു നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായൊരു കാലഘട്ടമാണ് നോമ്പ് ആചരണം. ഒരു പടി കൂടി മുമ്പോട്ട് ചിന്തിച്ചാൽ ജീവിതം തകർന്നു പോകുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ളൊരു കരുത്താണ് നോമ്പാചരണം. അതിനും അപ്പുറത്തേക്കൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ തിന്മയുടെ ശക്തിയാൽ മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കരുത്താർജിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ഈ നോമ്പാചരണം. ഈശോ പോലും അങ്ങനെയായിരുന്നല്ലോ. അതിന് ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മനോഹരമായ ഒരു കഥ, സക്കേവൂസിൻ്റെ ജീവിതമാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ സക്കേവൂസിൻ്റെ ജീവചരിത്രം. വലിയ പാപിയായിരുന്നു, കൊടും പാപിയായിരുന്നു. കാണുന്നവർക്കൊക്കെ അദ്ദേഹത്തെ ഭയമായിരുന്നു. ഓടി ഒളിച്ചിരുന്ന ഒരു സമൂഹം അവൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. കാരണം കുത്തിനു പിടിച്ച് പണം പിരിച്ചുകൊണ്ടിരുന്ന ഒരു പാപിയായ മനുഷ്യനാണ്. സ്വാർത്ഥതയുടെ അവസാനത്തെ പേരായിരിക്കും ഒരുപക്ഷെ സക്കേവൂസ് എന്ന് പറഞ്ഞാൽ. എല്ലാവരുടെയും കൊള്ളയടിച്ച് സ്വന്തമാക്കിയത്. അതുകൊണ്ടാണല്ലോ അവൻ തൻ്റെ അനുതാപത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കണം. വഞ്ചിച്ചെടുത്തവർക്കൊക്കെ 4 ഇരട്ടിയായി തിരികെ കൊടുക്കണമെങ്കിൽ അവൻ്റെ ആസ്തി എന്തുമാത്രമായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അവൻ വഞ്ചിച്ചെടുത്തതിൻ്റെ ഭാരം എത്രമാത്രമാണെന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നാടറിയുന്ന ഒരു പാപിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ സുവിശേഷത്തിൻ്റെ അത്ഭുതമെന്ന് പറയുന്നത് ഒരു നോമ്പിൻ്റെ ചൈതന്യമാണ്, ഒരു അനുതാപത്തിൻ്റെ ചൈതന്യമാണ്, ദൈവസ്നേഹത്തിൻ്റെ അവർണ്ണനീയമായ ചിന്തകളാണ്. പ്രിയപ്പെട്ടവരെ, അതിന് ഈ സക്കേവൂസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 3-4 തലങ്ങളുണ്ട്. ഏതൊരു പാപിയും മാനസാന്തരം ആരംഭിക്കുന്നത്, ഏതൊരു ദുശ്ശീലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ ഒരു മനുഷ്യൻ ആരംഭിക്കുന്നത്, ഏതൊരു കാര്യത്തെയും നേടിയെടുക്കാനുള്ള മനുഷ്യൻ്റെ ചിന്ത ആരംഭിക്കുന്നത്, അത് ഒന്നാമത് അവൻ്റെ ആഗ്രഹത്തിൽ നിന്നാണ്. ആഗ്രഹം ജനിക്കാതെ ഒരിക്കലും നന്മയിലേക്ക് നമുക്ക് വളരാനായിട്ട് പറ്റില്ല. ഒരു കാര്യത്തെ നേടിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പരീക്ഷ കാലഘട്ടമാണ്. കുട്ടികളിൽ ആഗ്രഹം ജനിക്കണം. എനിക്ക് നല്ലപോലെ പഠിക്കണം, എനിക്ക് നല്ല ഒരു മിടുക്കിയാകണം, എനിക്കൊരു ജോലി വേണം, എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ. കൂട്ടുകാരെല്ലാം ഒരുപക്ഷെ എന്നെ നശിപ്പിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒടുങ്ങിത്തീർന്നാൽ പോരാ. എനിക്കൊരു ലക്ഷ്യബോധം, അത് ആഗ്രഹത്തിൽ നിന്നാണ് അത് ആരംഭിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെങ്കിൽ തിന്നും കുടിച്ചും ആഘോഷിച്ചും നമ്മൾ ജീവിച്ചു പോകും. ഒരാഗ്രഹം ജനിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യത്തോടുള്ള താല്പര്യം ആരംഭിക്കുന്നത്. നോക്കിയേ, സക്കേവൂസിൽ ആദ്യം ആരംഭിച്ചത് ആഗ്രഹമാണ്. വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. അവൻ്റെ ആഗ്രഹം കൊച്ചാഗ്രഹമായിരുന്നു. എന്താണ്? എല്ലാവരും സ്നേഹിക്കുന്ന ഈശോയെ ഒന്ന് കാണുക എന്നുള്ളത്. അവൻ്റെ കാഴ്ചയുടെ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവനെ തൊടണമെന്നോ, അവനോട് ഒപ്പമായിരിക്കണമെന്നോ, അവനെൻ്റെ വീട്ടിൽ വരണമോ എന്നോ അതൊന്നും അവൻ ആഗ്രഹിച്ചില്ല. ഒന്ന് കാണുവാനുള്ളൊരു കൊതി, ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലൂടെ ഇത്രമേൽ രാജാവായി ജീവിക്കുന്ന ഒരു ദൈവത്തെ ഒന്ന് കണ്ടുമുട്ടാനുള്ള ഒരു ആഗ്രഹം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ഈ കണ്ടുമുട്ടലുകളെല്ലാം അനുഗ്രഹമായി മാറിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഈശോയെ കണ്ടുമുട്ടാൻ ആരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ഇന്ന് സക്കേവൂസിൻ്റെ ജീവിതവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അങ്ങനെ അവൻ കുള്ളനായിരുന്നു എന്ന് നമുക്കറിയാം, കൊച്ചായിരുന്നു, പൊക്കമില്ലാത്തവനായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കാണാനായിട്ട് സാധ്യതകളില്ല. ഓക്കെ, ഇന്ന് വരെ ഒരു മരത്തിലും കയറാത്തൊരു മനുഷ്യനാണ് അവൻ. കാരണം എന്താണ്? രാജാവിനെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. പൊക്കം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, സമ്പത്ത് കൊണ്ട് ഉന്നതനാണവൻ.
സ്ഥാനമാനങ്ങൾ കൊണ്ട് ഉന്നതനാണ് അവൻ. അവനൊരു മരത്തിലും കയറേണ്ട ആവശ്യമില്ല, അവൻ എവിടെയും വലിഞ്ഞു കയറേണ്ട ആവശ്യമില്ല. യേശുവിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ അതവിടെ എത്തും. പക്ഷേ അവൻ ചെയ്തതെന്താണ്? ഒരു മരത്തിൽ വലിഞ്ഞു കയറി എന്നുള്ളതാണ്. ആഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ പടിയാണ് ജീവിതം ഒരു നാണം കെട്ട സമർപ്പണത്തിലേക്ക് സമർപ്പിക്കുക എന്നുള്ളത്. ഈ ആഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ പടി കഠിന അധ്വാനമാണ്. ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് വേണ്ടി, നല്ല വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞ് രണ്ടാമതെടുക്കുന്ന താല്പര്യം കഠിന അധ്വാനമാണ്. രാവും പകലും കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നഷ്ടമാകും. എനിക്ക് ഈ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ പലതും നഷ്ടമാണ്. വലിഞ്ഞു കയറിയപ്പോൾ ശരീരത്തിലെ തോല് ഉരിഞ്ഞു പോയിട്ടുണ്ടാകാം. നാണക്കേടാണ്. ആരെങ്കിലും കണ്ടാൽ സക്കേവൂസ് മരത്തിൽ കയറിയിരിക്കുന്നു എന്ന് പറയുന്നത് നാണക്കേടാണ്. പക്ഷേ അവനവിടെ വലിഞ്ഞു കയറുകയാണ്. നാണം കെട്ടൊരു യാത്ര അവൻ ആരംഭിക്കുകയാണ്. എന്നിട്ടോ മരത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്ന് അവൻ നോക്കുകയാണ് ഈശോയെ ഒന്ന് കാണാൻ വേണ്ടി. കാരണം താഴെ നിൽക്കുന്നവരൊക്കെ കൂക്കി വിളിക്കും, നാണക്കേടാണ്. പക്ഷെ എവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുക? ഇതാണ് ഈശോയുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ. അനുതാപമുള്ള ഒരു മനസ്സിലേക്ക്, ആഗ്രഹമുള്ള മനസ്സിലേക്ക് യാത്ര ചെയ്യുന്നവൻ്റെ പേരാണ് ക്രിസ്തു. ഇതാണ് സ്വാതന്ത്ര്യം. അന്ന് വരെ ഈശോ അവൻ്റെ അരികിലേക്ക് പോയിട്ടില്ല, അന്ന് വരെ അവൻ ഈശോ തൊട്ടിട്ടില്ല. പക്ഷേ ഇന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഈശോ പറയാണ്, സക്കേവൂസ് നീ താഴേക്ക് ഇറങ്ങി വാ, നീ ഇപ്പോഴും ഉന്നതങ്ങളിലാണ് ഇരിക്കുന്നത്, എന്നെ കാണണമെങ്കിൽ മകനെ നീ താഴേക്ക് ഇറങ്ങി വരണം. എളിമ വേണം. സാരമില്ല, നീ അനുദപിക്കുന്നുണ്ട്, സാരമില്ല, നീ താഴേക്ക് വന്നുകൊള്ളുക. നോക്കി പ്രിയപ്പെട്ടവരെ, എന്തൊരു സ്നേഹമാണ് ഈശോയ്ക്ക്. ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തിൽ അവൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. അവൻ കണ്ടെത്തി വരികയാണ്. എങ്ങനെയാണ്? സഭാചരിത്രം മുഴുവൻ നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടാൻ ആഗ്രഹിച്ചാൽ അവനെ അത്ഭുതമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ്. അഗസ്തീനോസിനെ നമുക്കറിയാം. ഒത്തിരിയേറെ പാപി, 33 വർഷക്കാലം പാപിയായിരുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ആഗ്രഹം ആരംഭിച്ചപ്പോൾ ലോകത്തിൻ്റെ അത്ഭുതമായ ഒരു വിശുദ്ധനാക്കി മാറ്റിയവനെ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകൾ ഭൂരിഭാഗം എഴുതിയ പൗലോസ്ലീഹ നമുക്കറിയാം. ദൈവത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടാൻ ആരംഭിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകൾ കീഴടക്കാൻ വേണ്ടി ആ മനുഷ്യന് സാധിച്ചുവെങ്കിൽ ആഗ്രഹം ജനിക്കുന്നിടത്തെല്ലാം ദൈവകരങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അവനോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയുകയാണ്. പിന്നീടാണ് അത്ഭുതങ്ങൾ. ഇന്ന് വരെ ഈശോ കയറാത്ത വീട്ടിൽ അവൻ്റെ ആഗ്രഹം ഈശോയുടെ സാന്നിധ്യമായി മാറുകയാണ്. ആ ഭവനത്തിലേക്ക് ഈശോ വരുന്നു, അവനെ കണ്ടുമുട്ടുന്നു, അവനുള്ളതെല്ലാം സമർപ്പിക്കുന്നു. ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന് ഈശോ വാഗ്ദാനം നൽകുന്നു. ഈ നോമ്പ് കാലത്ത് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒത്തിരിയേറെ തകർച്ചയിലൂടെ കടന്നു പോവുകയാണ്. ഒത്തിരി സൗഭാഗ്യങ്ങളുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്താ വിഷയം? യേശു വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. യേശു വസിക്കണമെങ്കിൽ അനുതാപവും മാനസാന്തരം ആവശ്യമാണ്. യേശു കൂടെ വന്നപ്പോൾ അവൻ്റെ പിന്നീടുണ്ടായ ബോധ്യം എന്താണ്? ഞാൻ പാപിയാണെന്നുള്ള ബോധ്യമാണ്. പാപബോധം നഷ്ടപ്പെടുന്നത് യേശു സാന്നിധ്യമില്ലാത്തപ്പോഴാണ് പ്രിയപ്പെട്ടവരെ. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് പാപമൊന്നുമല്ല, അത് മാനുഷികമാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ഞാൻ 1 വർഷമായി കുമ്പസാരിച്ചു, അത് വലിയ പാപമൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എന്താണ്? യേശു സാന്നിധ്യമില്ല. നന്മയുള്ളിടത്തെ തിന്മയുടെ വലിപ്പം അറിയുള്ളൂ. യേശു നന്മയുടെ പൂർണ്ണതയാണ്, സത്യത്തിൻ്റെ പൂർണ്ണതയാണ്, വിശുദ്ധിയുടെ പൂർണ്ണതയാണ്. ആ പൂർണ്ണത നമ്മിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മുടെ അപൂർണതകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മിൽ മാത്രം നമ്മൾ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അപൂർണതകളെ നമ്മൾ കണ്ടെത്താതെ പോവുകയാണ്. യേശു കൂടെ വസിക്കട്ടെ. അപ്പോൾ നമ്മുടെ അപൂർണതകളെ അവൻ്റെ പൂർണ്ണതയിലോട് ചേർത്ത് വയ്ക്കാൻ നമുക്ക് കഴിയും. നോക്കിയേ, യേശു കൂടെ വന്നപ്പോൾ അവൻ്റെ അപൂർണതകളെ അവൻ തിരിച്ചറിഞ്ഞു. ഈശോയെ, ഞാൻ പാപിയാണ്, ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, അതെല്ലാം 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുകയാണ്. ഞാൻ പാപത്തിൻ്റെ പടുകുഴി ജീവിച്ച മനുഷ്യനാണ്, നിൻ്റെ മുമ്പിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഒറ്റ വാക്കുകൊണ്ട് ഒരു കുടുംബം അടക്കം രക്ഷപ്പെട്ടു. ഈ നോമ്പ് കാലത്ത് കുറെ കൂടി അനുദപിക്കുവാനും നല്ല മാനസാന്തരം ഉണ്ടാകുവാനും ആഴമായൊരു കുമ്പസാരം നടത്തുവാനും എൻ്റെ ഒരു പാപബോധത്തിലൂടെ എൻ്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുവാനും ഈശോയെ കൃപയേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പിൻ്റെ ചൈതന്യം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ആഗ്രഹവും ത്യാഗങ്ങളും അനുതാപവും മാനസാന്തരവും പ്രായശ്ചിത്ത മനോഭാവവും എല്ലാം ചേർന്ന് ഈ നോമ്പ് കാലം പുണ്യത്തിൻ്റെ രക്ഷയുടെ കാലമാക്കി നമുക്ക് മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.